ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഡോറാബിജി ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. കുറെ ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, ഷോർട്സോ ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല. പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്ത, നിങ്ങളിപ്പം പഴയതുപോലെ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലല്ലോ, എന്ത് പറ്റി? ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിപ്പുണ്ട്. എന്നിട്ട് എന്താ നിങ്ങളാണെങ്കിൽ ഒരു വീഡിയോ പോലും ഇടാത്തത്? ഇപ്പോൾ ഡോറയുടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിക്കുന്നു. പല കമന്റുകളും വരുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരിട്ട് ഇപ്പൊ കണ്ട നമ്മുടെ മേഡം നമ്മുടെ അടുത്ത് ഇപ്പൊ ചോദിച്ചു, ഇപ്പൊ എന്താ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. അപ്പം റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോസ് കൂടുതൽ എടുക്കുന്നത് ഞാൻ തന്നെ ആയിരുന്നു. എഡിറ്റിംഗ് ആണെങ്കിലും വീഡിയോസ് എടുക്കുന്നതാണെങ്കിലും ഞാൻ തന്നെയാണ് കൂടുതലും എടുക്കുന്നത്. ഡോറയ്ക്ക് പറ്റുന്ന സമയത്ത് മാത്രമേ ഡോറ എടുക്കാറുള്ളൂ, അല്ലാത്ത സമയത്ത് ഡോറ എടുക്കാറില്ല. അപ്പം എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ ആ സമയത്തൊക്കെ നല്ല സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എപ്പം നോക്കിയാലും ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ലോങ് വീഡിയോസ് ഞങ്ങൾ എടുക്കുമായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാം വീഡിയോസ് കറക്റ്റായിട്ട് ഇടാൻ എനിക്ക് ആ സമയത്ത് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മളാണെങ്കിൽ കുറേ ആക്ഷേപങ്ങൾ കേട്ടല്ലോ, എനിക്ക് ജോലിയില്ല, ഞാനാണെങ്കിൽ ഭാര്യയെ വിറ്റാ തിന്നുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ കാണിച്ച് സിമ്പതി പിടിച്ച് വെച്ച് ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേട്ട് സത്യം പറഞ്ഞാൽ അത് മടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, നമ്മളൊരു ഫാം തുടങ്ങി. അതെ, നമ്മൾ ചെറിയ രീതിയിലൊരു ഫാം തുടങ്ങി. അപ്പം ഫാം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുഴുവൻ ശ്രദ്ധ അതിലോട്ട് പോയി. ശ്രദ്ധ പോയെന്നല്ല, പാതിരാത്രി വരെ നോക്കുമ്പോ അതിനകത്ത് അവിടെ നിന്ന് വരുന്നില്ല. അതിനെ കൊളിപ്പിക്കുന്നു, വെള്ളം എടുത്ത് കൊടുക്കുന്നു, തീറ്റ കൊടുക്കുന്നു, നോക്കുന്നു, ഭയങ്കര പരിചരണം. രാവിലെ വെളുക്കുമ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ആളവിടെ ആയിരിക്കും. അതുപോലെ 10-12 മണിക്ക് വന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴും ആളവിടെ തന്നെ നിൽക്കുമായിരിക്കും. ഇല്ല, എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് തുടങ്ങിയതിന് ശേഷം കൂടുതലായിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെന്റലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ കുറേ മാറി കിട്ടും. ഇപ്പം എനിക്ക് ഉറക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഉറക്കത്തിന്റെ കാര്യത്തിലൊക്കെ. എന്നുവെച്ചാൽ ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. നേരത്തെ തോണക്കല്ല, ചെറിയ രീതിയിൽ എനിക്ക് ഇപ്പോൾ ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ അതിലോട്ട് ശ്രദ്ധ പോയപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതായി പോയത്. ഡോറയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഡോറയ്ക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഫോൺ തന്നെ കറക്റ്റായിട്ട് ഡോറയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡോറയ്ക്ക് ഈ വേദനയും കാര്യങ്ങളും വരുന്ന കാരണം രാവിലത്തെ പാചകവും ഉച്ചയ്ക്കത്തെ പാചകവും കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഡോറ അന്നേരം കയറി കിടക്കും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ 6-7 മണിയാകും. ആ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാലും പെയിൻ ആയിരിക്കും. പിന്നെ രാത്രിത്തെ ഫുഡും കഴിച്ച് കുഞ്ഞിനെ ഉറക്കാനുണ്ടെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പുള്ളിക്കാരി കിടന്ന് ഉറങ്ങും. എനിക്കെന്ന് വെച്ചാൽ നേരത്തെ അങ്ങനെയല്ല, എനിക്ക് സമയങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കാരണം ഇവൾ എഴുന്നേറ്റ് വന്ന് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഞാനവിടെ ഫാമിലി വെള്ളം കൊടുപ്പും തീറ്റയും. പിന്നെ നമ്മൾ നന്നായിട്ട് കോഴികളെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അവരിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ലാഭം എടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുട്ടക്കോഴിയാണെങ്കിലും ശരി തന്നെ, ഇറച്ചിക്കാണെങ്കിലും ശരിയാണ്, നമ്മൾ നന്നായിട്ട് കൂടും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നാസി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും ആ ഒരു പരിപാടിയിലോട്ട് പോകുന്നത് കൊണ്ട് നമുക്കാണെങ്കിൽ അതിൻ്റെയും കുറേ തിരക്കും കാര്യങ്ങളുണ്ട്. പിന്നെ വെൽഡിങ് ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് കുറേ ആൾക്കാർ വന്ന് നമുക്ക് ഓർഡർ തരുന്നുണ്ട്. ഇന്നലെ തന്നെയാണെങ്കിൽ ഒരു ലോട്ടറിയുടെ സ്റ്റാൻഡും ഒരു ഫ്ലെക്സ് അടിക്കാനും വേണ്ടിയിട്ട് ഇന്നലെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ കൂടിൻ്റെ പരിപാടി കഴിഞ്ഞാൽ മാത്രമേ അതിലോട്ടൊന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഈ എന്താ പറയുക, യൂട്യൂബിലോട്ടുള്ള ആ പഴയ ശ്രദ്ധയും കാര്യങ്ങളും പോയിട്ടുണ്ട്. യൂട്യൂബ് നമ്മുടെ വരുമാന മാർഗമാണ്, നമ്മുടെ മെയിൻ വരുമാന മാർഗം യൂട്യൂബ് തന്നെയാണ്. കാരണം ഈ നമ്മുടെ കോഴിയുടെ എന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള വരുമാനം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. കൂടിപ്പോയി അതിനൊരു ഇത് എത്തണം, കാലയളവ് എത്തണം. അതുവരെ നമ്മൾ അതിനെ പരിചരിച്ചുകൊണ്ടേ ഇരിക്കണം. അതെ. ഇതെന്ന് എല്ലാ മാസം നമുക്കുള്ള ഒരു വരുമാനമാണ് യൂട്യൂബ്. സത്യത്തില് യൂട്യൂബിലോട്ടാണ് ഞങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതൊക്കെ നമ്മൾ തീരെ ചെറിയ കുട്ടികളൊക്കെ എടുത്തത്. പിന്നെ മുട്ടക്കോഴിയുണ്ട്, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. പ്രോപ്പറായിട്ട് അവർ മുട്ട ഇട്ട് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കോഴികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അന്നേരം മൊത്തം പൊട്ടിക്കും. അങ്ങനെ കുറേ മുട്ടയൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ പലരുമായിട്ട് സംസാരിച്ച് യൂട്യൂബിലൊക്കെ നോക്കി അതെന്താണ് അങ്ങനെ വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി പിന്നീട്. അപ്പം നമ്മൾ ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പഠിച്ചിരുന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യത്തിലും സമയം പോകും. പിന്നെ അതിൽ മാത്രമല്ല, ഫാമിംഗ് മാത്രമല്ല, ഞങ്ങളൊരു ചെറിയ ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ടും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ നമ്മളൊരു ചെറിയ ഷോപ്പ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയും കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാസിയാണ് പറയുന്നത് പലതും ഇപ്പോൾ വേണ്ട. കാരണം വെച്ചാൽ നമുക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല, അതാണ് മെയിൻ റീസൺ. പിന്നെ എൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ കുറേ പ്രശ്നത്തിലൂടെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്കെല്ലാവർക്കും ഇവക്കാണെങ്കിലും നാസിക്കാണെങ്കിലും എല്ലാം അതിനെക്കുറിച്ച് ഓർത്ത് ഭയങ്കര പേടിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്കിലും ഞങ്ങളാണെങ്കിൽ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ.
അപ്പോൾ അതുകൊണ്ട് നമ്മളാണെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്കാണെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. പിന്നെ ഇടയ്ക്ക് ഡോറയ്ക്ക് ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഡോറ നല്ലൊരു വീഴ്ച വീണ് നമ്മുടെ ഗബ്രൂട്ടൻ കാരണം. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ അകത്ത് വെൽഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല സോറി, പുറത്ത് ഞാൻ വെൽഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. വെൽഡ് കൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര വലിയൊരു സൗണ്ട് കേട്ടോ, എന്തോ പുറത്ത് നിന്ന് അടിക്കുന്ന, എന്തിന്റെ പുറത്ത് വീഴുന്ന രീതി സൗണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പ്രിൻസി പറയുന്നത് വല്യമ്മ വീണയാന്ന്. സംഗതി വെച്ചാൽ ഇവൾ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുക. ചായ ഇട്ട് കുടിച്ചിട്ട് അവനുള്ള കൽക്കണ്ടം പൊടിക്കണം. അപ്പൊ അതിന്റെ കുപ്പി എടുക്കാനായിട്ട് ഇങ്ങനെ എഴുന്നേറ്റതാ. അപ്പൊ സ്റ്റൂള് എന്റെ പുറകിലുണ്ട്. ഞാൻ പറയാം, സ്റ്റൂളിൽ എപ്പോഴും ഇരുന്നോണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ പതിവില്ലാതെ എൻ്റെ കൂടെ 2 പേര് ചായ കുടിക്കാൻ വന്നു. ക്രിസ്റ്റീനയും വന്നു, ഈ ഗബ്രൂട്ടനും വന്നു. അപ്പോൾ ടോട്ടല് 3 സ്റ്റൂളായി അടുക്കളയിൽ. കൊച്ചൻ്റെ ഒരുപാട് സ്റ്റൂള് കണ്ടപ്പോൾ അന്ന് എടുത്തോണ്ട് കളിച്ചേക്കാന്ന് വിചാരിച്ച് 2 സ്റ്റൂൾ ഓൾറെഡി എടുത്തോണ്ട് വന്നു. 3ാമത്തെ സ്റ്റൂള് ഞാൻ ഇരിക്കുന്നതായിരുന്നു. ഞാൻ ഇരുന്നിട്ട് അത് എടുക്കാൻ പോയി. എപ്പോഴും ഞാൻ എന്തെങ്കിലും പിടിച്ചിട്ട് സ്റ്റൂള് നോക്കിയിട്ട് ഇരിക്കുന്നത്. ഇന്നലെ എന്തോ കഷ്ടകാലത്തിന് മാത്രം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, കുറച്ച് സ്റ്റൂള് മാറ്റിയതേ ഉള്ളായിരുന്നു. പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആ കുപ്പി എടുത്ത് അവളുടെ അടുത്തോട്ട് കൊടുത്തോട്ട് ഇങ്ങനെ ഇരുന്നതാ. കുത്തി ഇരുന്ന രീതിയിൽ തന്നെ നിലത്തോട്ട് എന്നിട്ട് ഇവിടെ നടുവിന് ഭയങ്കര വേദന, താഴെ ആ ഭാഗത്ത് ഭയങ്കര വേദന. പിന്നെ തലയിടിച്ചായിരുന്നു. അത് ഭാഗ്യത്തിന് ഫ്രിഡ്ജിന്റെ ബോക്സിൽ അടിച്ചേട്ടാ. മറ്റേ അതിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അത് ഭയങ്കര കട്ടിയുള്ള സ്റ്റാൻഡ്, ഫൈബറിന്റെ. ഭാഗ്യത്തിന് അത് ഇടിച്ചെങ്കിൽ തല പൊട്ടിയേനെ. ഇത് ഡോറയിലിട്ട് എന്നിട്ട് ഇടിച്ചു. പിന്നെ ഈ ഷോൾഡറും ഇടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നടുവിനാണ് പ്രശ്നം മൊത്തം വന്നത്. ഭയങ്കര വേദന നടുവിന്. അത് കുറച്ച് തലയുടെ ഇതിന്റെ കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങ് മാറി. പക്ഷെ രാത്രിയായപ്പോ എനിക്ക് നടക്കാൻ പോയി. ഞാൻ എന്റെ സിസേറിയൻ നടന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഉൾപ്പെടെ ഞാൻ നടന്നത് എനിക്കന്ന് അതുപോലെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയ കാല് പറിച്ചെടുത്ത് വെച്ചൊന്നും നടന്നത് രാത്രിയില്. പിന്നെ വേദനയുടെ ഗുളിക ഉണ്ടല്ലോ, അത് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ, അത് കഴിച്ചിട്ട് ഇന്ന് കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇന്നലെ കുറെ പറഞ്ഞു എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോവാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, നോക്കട്ടെ രാവിലെ. ഒന്നാമത് ഇപ്പൊ കുറെ നാളും കൊണ്ട് ഇത് നമുക്ക് ഇവളുടെ കാര്യം ആയതുകൊണ്ട് നമുക്കാണെങ്കിൽ അങ്ങനെ ഒരു ഇത് വെക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ വീഴുന്നോണക്കല്ല ഇവള് വീഴുന്നത്. അപ്പൊ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് നോർമലായിട്ട് നമുക്ക് അറിയുന്ന രീതി അറിയാൻ പറ്റില്ല. അവിടെ നിന്ന് ഓടി വരുന്നോടം വരെ അതേ കിടപ്പ് ഞാൻ കിടന്നു കേട്ടോ. പിന്നെ എന്നെ ഏറ്റവും അതല്ലേ എന്റെ കുഞ്ഞ്, അവന് അറിയത്തില്ല. പിന്നെ വീണിട്ട് ഞാൻ നിർത്തിയപ്പോ അത് തന്നെ എല്ലാ കാത്താരും പിന്നെ കൊണ്ടിട്ട് തന്നിട്ടേ ഇച്ചാൻ എന്റെ തല തിരുമ്പി പാവന്റെ കൊച്ചെന്റെ കാലും എന്റെ വയറൊക്കെ തിരുമ്പി തന്നിട്ടും പാവം വീണ് കഴിയുമ്പോ അവൻ ചെയ്യുന്നതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ തല ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അടി എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ അറിയുന്നുണ്ടേ അവൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ വീണ സ്ഥലത്തവൻ പോയി നിന്നിട്ടിങ്ങനെ വെറുതെ 2 ചവിട്ടും കൊടുത്തിട്ട് എനിക്ക് സ്റ്റൂൾ തിരിച്ചിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഇപ്പോഴും അത് പറയുമ്പോ അവന് അവിടെ പോയിട്ട് ചവിട്ടുകയും ചെയ്യും, എന്റെ കാല് തിരുമ്മി തരുകയും ചെയ്യും. അപ്പോ ഇതൊക്കെയാണ് കൂട്ടുകാർ നമ്മുടെ വിശേഷം. നമ്മൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കുറേ ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ലോങ് വീഡിയോ ഒന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റാത്ത. നമ്മൾ മാക്സിമം ഇനി ശ്രമിക്കും ലോങ് വീഡിയോ ഇടാൻ. വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ വരുന്ന ഏപ്രിൽ മാസം 8-ാം തീയതി, ഏപ്രിൽ മാസം അല്ല എന്തോ അതെ, എനിക്ക് മെയ് മാസം 7-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പം ഏപ്രിൽ മാസം ഫസ്റ്റത്തെ 4-ാമത്തെ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. അപ്പം ഏപ്രിൽ മാസം 8-ാം തീയതി നമ്മുടെ ഗബ്രൂട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും വരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ വരിക. ഞങ്ങൾക്കുള്ളതിൽ ഒരു പങ്ക് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം 8-ാം തീയതി നിങ്ങളാൽ കഴിയുന്ന ആൾക്കാർ വരിക. അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഗബ്രൂട്ടന് വേണ്ടി എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ നമ്പർ ഉള്ളവര് വിളിച്ചു കഴിഞ്ഞാല് നമ്മൾ അഡ്രസ് പറഞ്ഞുതരാം. പിന്നെ അഡ്രസ്സ് വേണമെങ്കിൽ പറഞ്ഞുതരാം. കൊല്ലം ശാസ്താംകോട്ട മൈനാഗപ്പള്ളി കുറ്റിമുക്ക് എന്ന് പറയും, അവിടാണ് നമ്മുടെ വീട്. കുറ്റിമുക്കി വന്നിട്ട് എൻ്റെ പേര് ബിനോയിന്നോ അതല്ലെന്നുണ്ടെങ്കിൽ സെബാസ്റ്റ്യൻ ബിനോയിന്ന്, അതല്ലെന്നുണ്ടെങ്കിൽ മേശ്ശേരി ശാന്തയുടെ വീട് ഏതാണെന്നോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും ആൾക്കാർ. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, അൻവർശ്ശേരി പള്ളിയല്ല, ഒരു പാൽ സൊസൈറ്റി അടുത്തായിട്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ വീട്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ വരിക, നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുക. നമുക്കുള്ളതിൽ ഒരു പങ്ക് നിങ്ങളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതോടെ ഗബ്രൂട്ടിന് വേണ്ടി എല്ലാവർക്കും, വരാൻ പറ്റാത്തവര് ഗബ്രൂട്ടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊണ്ട് ഗബ്രൂട്ടിന് ഇതുവരെ എത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗബ്രൂട്ടിന് വലിയൊരു അപകടം 2 തവണ പറ്റിയപ്പോഴും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും കൊണ്ടാണ് ഗബ്രൂട്ടിന് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് ഇനിയും വരാൻ പറ്റാത്തവർ വിഷമിക്കണ്ട കേട്ടോ. എല്ലാവരും ഗബ്രൂട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണേ. വരാൻ പറ്റുന്നവര് സ്നേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. അപ്പോൾ
മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ. ബൈ.